കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇവിടെ ഞാൻ അത്ര സുഖത്തിലല്ല കേട്ടോ. കുറച്ച് ടാബൊക്കെ കഴിക്കുന്നതിന്റെ ഒരു ക്ഷീണവും ഒരു കിറുങ്ങലും ഒക്കെ ഉണ്ട് കേട്ടോ. യൂറിക് ആസിഡ് ഇച്ചിരി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ടാബ് കഴിക്കുന്നുണ്ട്. ഒരു 3-4 ടാബ് രാവിലെ തന്നെ കഴിക്കാനുണ്ട്. പിന്നെ പ്രോട്ടീനൊക്കെ നമ്മൾ നന്നായിട്ട് കുറച്ചു. അങ്ങനെയാണ് ഒരു തരത്തിൽ നന്നായി. എന്റെ തടി കുറച്ച് കുറയും കേട്ടോ. ഭയങ്കരമായിട്ട് ഫുഡ് അടിച്ച് നല്ല തടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു കുറച്ച് ഡയറ്റും കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാബും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് നല്ല കിറുങ്ങലുണ്ട് കേട്ടോ. അങ്ങനെയാണ്. എന്തായാലും രാവിലെ ഞാൻ അത്യാവശ്യ ജോലികളെല്ലാം ചെയ്തു. ഇനിയിപ്പം നാളെയാണ് നമ്മൾ കൊറിയർ വിടുന്നത്. ഇതിപ്പോ വൈകുന്നേരമായി. ഞാൻ അതിന്റെ ഇടയ്ക്ക് കറികൾ വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതും എല്ലാം കൂടി ഇതിന്റെ കൂടെ തന്നെ നടക്കണം. അപ്പൊ ഞാൻ ഓർത്ത് കുറച്ചൊക്കെ അങ്ങ് പാക്ക് ചെയ്ത് വെക്കാം. എന്നാൽ നാളെ രാവിലെ അത്രയും സ്ട്രഗിൾ കുറഞ്ഞിരിക്കുമല്ലോ. ചെടികൾ പാക്ക് ചെയ്യാനാണ് നമുക്ക് കുറേ സമയം വേണ്ടതും കുറച്ച് സ്ട്രഗിൾ കൂട്ടോ. അപ്പൊ അങ്ങനെ ഇപ്പൊ മച്ചു കൊച്ചു കൂടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലാണ് ഇങ്ങനെ പാക്കിങ്ങിന്റെ കാര്യത്തിലൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ അൽക്കുലത്തെ സാധനമൊക്കെ അവൻ നന്നായിട്ട് പാക്ക് ചെയ്ത് തരുമായിരുന്നേ. ഇപ്പൊ ആ ഹെൽപ്പ് ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് ഇതെല്ലാം ആദ്യം പാക്ക് ചെയ്ത് നോക്കുന്നത്. പിന്നെ നമ്മുടെ മരമുല്ല ഒരു രക്ഷയിലെ കൂട്ടുകാരെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നാളെ ഞാനത് ഫുള്ളായിട്ട് പൂക്കും. അപ്പം നാളെ ഞാൻ എന്റെ വീഡിയോ ക്ലിപ്പുകൾ എടുക്കാൻ നോക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അത്രയും നല്ല സ്മെല്ലാണ്. ഗേറ്റിന്റെ അടുത്താണ് പൂത്ത് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് മുറ്റത്ത് വരാണ്ട് നിൽക്കുമ്പോ തന്നെ അതിന്റെ സ്മെല്ല് ഇങ്ങനെ വരും. അതുപോലെ എന്താ രസം. ഒരു ചെറിയ മരച്ചെടി മുഴുവനും എന്താ നിറച്ച് വെള്ളപ്പൂക്കൾ, ഇങ്ങനെ മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു മുല്ലപ്പൂക്കൾ ഇങ്ങനെ ഒരു മരത്തേൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതാണ് മരമുല്ല. പിന്നെ വള്ളിമുല്ല നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മണിമുല്ലയുണ്ട്. 3 ടൈപ്പ് മുല്ലകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം മരമുല്ല വേണ്ടവർ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ. എന്റെ അടുത്ത് അധികം സ്റ്റോക്ക് ഇല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ. നാളെ ഞാൻ എന്റെ വീഡിയോസ് എടുത്ത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്ക് മണമാണ്, അത്രയ്ക്ക് ഗുണമാണെന്ന് പറയാം. ഒരിക്കലും പോകത്തില്ലല്ലോ. ഒരു കാപ്പിമരം ഒക്കെ പോലെ നിൽക്കും. എന്നിട്ട് നിറയെ മുല്ലപ്പൂക്കള്, ആയിരക്കണക്കിന് പൂക്കള്. അതാണ് നമ്മുടെ മരമുല്ല. ഇപ്പൊ ഒത്തിരി മുരിങ്ങയും അവോക്കാഡോയും പിന്നെ ഇതൊരു വെറൈറ്റി ചെടിയാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. റിപ്സാലിസ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പിന്നെ ഇത് വെയില് ആകുമ്പോ ഇതിങ്ങനെ നിറച്ച് മുത്തുമണികൾ പോലെ മഞ്ചാടി കുരു പോലെ നിറച്ച് അങ്ങനെ തൂങ്ങി കിടക്കും. ഭയങ്കര രസമാണ്. ഇതിപ്പോ തയ്യാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. ഇത്രയും വലിയ തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ ഇത് കുറച്ച് വെയിലുള്ള സ്ഥലത്തേക്കാണ് ഇത് ഹാങ് ചെയ്തിടേണ്ടത്. അല്ലെങ്കിൽ വെച്ചാലും മതി എങ്ങനെയാണെങ്കിലും. എന്നിട്ട് ഇത് നിറച്ച് ചുമക്കും. ഈ പച്ച ഇല മുഴുവൻ ചുമന്ന ഇലയാകും. എന്നിട്ട് നിറയെ മഞ്ചാടിക്കുരു പോലെ ഒരു ഇലയിൽ തന്നെ ഒരു 10-100 ഇങ്ങനെ മണിമണിയായിട്ട് നല്ല ഭംഗിയാണ് കാണാന്. ഇതിന്റെ ഒറിജിനൽ ചെടീന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ എഡിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാം കേട്ടോ. അത്ര രസമാണ്. റിപ്സാലിസ് എന്നതിന്റെ പേര്. അടിപൊളിയാണ് കൂട്ടുകാരെ. ഇതിപ്പം നമ്മൾ സെയിലിന് ഇട്ടേക്കുന്നതാണ്. എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇത്രയും വലിയ പ്ലാന്റ് ഞാൻ അയച്ചു തരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ ഒരാൾ മേടിച്ചേക്കുന്ന അവോക്കാഡോന്റെ തൈ, നമ്മുടെ ബട്ടർ ഫ്രൂട്ട്, ഇത്രയും ഗുണമുള്ളതാണ്. മേടിക്കാതിരിക്കുന്നത് കേട്ടോ. പിന്നെ മുരിങ്ങയൊക്കെ പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാതാണ്. നിറയെ ഞാനൊരു 10 മുരിങ്ങ നട്ടിട്ടുണ്ട് നമ്മുടെ അടുത്ത്. മാറി ഇന്നും ഞാൻ മുരിങ്ങക്കറിയാണ് വെക്കാൻ പോകുന്നത്. അങ്ങനെ അത്രയും നല്ലതാണ് നമുക്ക് മുരിങ്ങ. വൈറ്റമിൻസിന്റെ നിറകൂടമാണ് മുരിങ്ങ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും മുരിങ്ങ മേടിക്കാൻ നടുക, കഴിക്കുക. പിന്നെ അടുത്ത ആള് ഇത് ഒരാളുടെ കേട്ടോ. ആദ്യം ഞാൻ ഓരോരുത്തർ മേടിച്ചേക്കുന്ന ചെടികളൊക്കെ ഏതൊക്കെയാന്ന് പരിചയപ്പെടുത്തി തരാം. എന്നിട്ട് എനിക്ക് പാക്കിങ് തുടങ്ങാലോ കണ്ടിന്യൂസ് ആയിട്ടോ. ഇത് നമ്മുടെ ചെടികളിലെ രാജ്ഞി എന്ന് പറയുന്ന ബൊഹീനിയ എന്ന് പറയുന്നതാണ്. ഇതിന്റെ പൂ വിരിഞ്ഞ 6 മാസമാണ് കണക്ക്. 6 മാസം പിന്നെ ഒരു കേടും പറ്റാതെ ആ പൂ അങ്ങനെ നിൽക്കും. ഓറഞ്ചും മഞ്ഞയും നിറയെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ ഒന്നിച്ച് പറക്കും പോലെയുള്ള ഒരു ചെടിയാണ്. ഇത് ചെടികളിലെ രാജ്ഞി എന്നാണ് ബൊഹീനിയനെ അറിയപ്പെടുന്നത്. നിറയെ ക്രീപ്പർ പ്ലാന്റ് ആണ്. നിറയെ ഉണ്ടാവും. നമ്മുടെ ഇവിടെ നിറച്ച് ഇപ്പൊ പൂക്കാൻ വേണ്ടിയിട്ട് മുട്ടായി നിപ്പുണ്ട്. പൂത്ത് കഴിയുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കാം വീഡിയോ. ഇത് നമ്മുടെ കാസ്ക്ലോ ആണ്. ഞാൻ ഓടിന്റെ മുകളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. കാസ്ക്ലോ എപ്പോഴും ഓടിന്റെ മുകളിലേക്ക് കയറ്റി വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവിടെ മുഴുവൻ ഒരു പൂ പന്തലായിട്ട് അങ്ങനെ കിടന്നോളൂ. ഇപ്പൊ മരത്തിന്റെ ഒക്കെ മുകളിലിട്ടാണെങ്കിൽ ആ മരം മുഴുവനാകുമ്പോൾ നമുക്ക് അതിന്റെ ഇലകളെ മൂടിപ്പോകും. അങ്ങനെയാണ്. അപ്പൊ ഏറ്റവും ബെറ്റർ ഓടിന്റെ മുകളിലേക്കാണ്. അതങ്ങനെ. ഇത് നമ്മുടെ ഗാർലിക് വൈനാണ്. ഇത് മാറ്റി വെക്കട്ടെ. പിന്നെ ഇത് സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഭയങ്കര ഭംഗിയാണ്. ഇതിന്റെ ഒരു കുറ്റി മരമായിട്ട് ആകും കേട്ടോ. ചെടിച്ചട്ടി വെക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു ഇതായിട്ട് നിൽക്കും. നിറയെ ഉണ്ടാകും. പക്ഷെ നിലത്തോട്ട് നടുന്നതായിരിക്കും ഒന്നോടെ നല്ലത്. ഒരു കുറ്റി മരം പോലെ നിന്ന് നിറയെ ഇങ്ങനെ വെള്ള പൂക്കൾ ഇങ്ങനെ ഉതിർന്ന് കിടക്കും പോലെ അങ്ങനെ കുറേ ദിവസം ഇതിന്റെ പൂക്കൾ നിൽക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ സ്നോ വൈറ്റ് കേട്ടോ. നല്ല ചെടിയാണ്. നമ്മുടെ പറമ്പിൽ ഒത്തിരി ഞാൻ ഇത് നട്ടിട്ടുണ്ട്. അല്ലാതെ ചട്ടികളിൽ നട്ടിട്ടുണ്ട്. ഇത് സൺഡേ മൺഡേ എന്ന് പറയുന്ന ചെടി നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. കുറ്റി മരം പോലെ നിൽക്കുന്നതാണ്. നിറയെ പൂക്കളുണ്ടാവും. ഇത് നമ്മുടെ കനേഡിയൻ കൊന്നയാണ്. നമ്മുടെ കണിക്കൊന്നയില്ലേ, അതിന്റെ വേറെ ഒരു വെർഷൻ. അതിനേക്കാളും എല്ലാ കാലഘട്ടത്തിലും പൂവുണ്ടാവും. അതാണ് പലവട്ടം ഒരു വർഷത്തിൽ തന്നെ പൂക്കും. നിറയെ പൂക്കളുണ്ടാവും. കുറേ ദിവസങ്ങൾ നിൽക്കുകയും ചെയ്യും. അതാണ് കനേഡിയൻ കൊന്ന. പിന്നെ ഇത് കമ്മൽ ചെടി
ചെടി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ജിമിക്കി കമ്മൽ എന്ന് ഈ ചെടിക്ക് പേരുണ്ട്, കമ്മൽ ചെടി എന്നും പേരുണ്ട്. ശരിക്കും ജിമിക്കി കമ്മൽ തൂങ്ങി കിടക്കുന്ന പോലെ ആയിരക്കണക്കിന് വെള്ള ജിമിക്കി കമ്മല് തൂങ്ങി കിടക്കുന്നത് പോലെ നല്ല രസമാണ്. നമ്മുടെ അടുത്ത് ഇവിടെയുണ്ട്, ഒത്തിരി വിരിയാറുണ്ട്. അതാണ് ഇത് കേട്ടോ. ഇത് പിന്നെ 2 കമ്മേലിയുടെ ചെടിയാണ്, ഞാൻ ഒന്നിച്ചങ്ങ് പാക്ക് ചെയ്തേ ഉള്ളൂ. ഇത്രയാണ് ഒരാള് ചോദിച്ചേക്കണേ. ഇതെല്ലാം നമുക്ക് പാക്ക് ചെയ്യണം. അത് വേറെ ഒരാളുടെ. അടുത്തൊരാൾ ഓർഡർ വന്നേക്കുന്ന പെട്രി, അതുപോലെ തന്നെ പിങ്ക് ലിപ്പാമാണ്. പെട്രി അടിപൊളിയാണ് കേട്ടോ. വയലറ്റ് പെട്രി ഉണ്ട്, വെള്ള പെട്രി ഉണ്ട്. അങ്ങനെ പിന്നെ ഒരാൾ മുരിങ്ങ തന്നിട്ടുണ്ട്. പിന്നെ 1-2 പേര് മുരിങ്ങ, ആ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഇത് ഓരോന്നോരോന്ന് മാറ്റി വെച്ചിട്ട് ഇത് വേഗം അങ്ങ് പാക്ക് ചെയ്യാൻ തുടങ്ങട്ടെ. ആ കൂടെ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യാം. കുറെ പേര് എന്നോട് വാട്സപ്പിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താ അങ്ങനെ ചോദിച്ച് കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഞാനതെല്ലാം നോട്ട് ചെയ്തിട്ടു കേട്ടോ. അങ്ങനെ അപ്പം എപ്പോഴെങ്കിലും ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കണം എന്ന് ഓർത്ത് ചിലപ്പോൾ ഞാൻ അപ്പൊ തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കും, ഇല്ലെങ്കിൽ പൊതുവായിട്ട് ഞാൻ പറയാമെന്ന് പറയും കേട്ടോ. അങ്ങനെ അതിലൊരാൾ ഇന്നലെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ചേച്ചി സെൽഫ് ലവിനെ കുറിച്ച് ചേച്ചി എപ്പോഴും പിന്നെ ഇപ്പൊ സംസാരിക്കുന്നുണ്ടല്ലോ, സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ പറയാനുള്ള അത്രയും കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, ആലി വേണ്ട പാക്കിങ്ങിന്റെ കൂടെ പറയാം കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ കൂട്ടുകാരെ, ഓരോ സ്ത്രീയെ സംബന്ധിച്ച് ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് അവരുടെ കണ്ണ് തുറപ്പിക്കുന്ന ചില സത്യങ്ങൾ പ്രായം കൂടുന്തോറും അനുഭവപാഠവും അതിൽ നിന്നൊക്കെ മനസ്സിലായി വരും. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ചില സത്യങ്ങൾ തുറന്നു പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും, നമ്മളെ നോക്കി ചിരിക്കും, എല്ലാത്തിനും സഹകരിക്കും. എന്നാൽ പലരുടെയും മനസ്സിൽ കടുത്ത പകയായിരിക്കും. അതൊരു കാര്യം ഞാൻ മനസ്സിലാക്കി എടുത്തു. രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം, നമ്മുടെ വിജയത്തിന് ചുറ്റും ആൾക്കൂട്ടം ഉണ്ടാകും, എന്നാൽ വീഴ്ചയിൽ 1-2 പേര് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാകുകയുള്ളൂ എന്ന്. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, വെറും ശൂന്യതയും ആകാം. മൂന്നാമതായി ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, പണം നല്ല കിടക്കം മേടിക്കാം, കൂട്ടുകാരെ കിട്ടാം, കൂട്ടുകാരികളെ കിട്ടാം, പക്ഷെ ഒരിക്കലും നല്ല ഉറക്കം തരില്ല. അതിന് മനസ്സിന്റെ നന്മയും പോസിറ്റീവ് ചിന്തകളും വേണം. കൂടെ നല്ല മനുഷ്യരെ മാത്രം കൂടെ നിൽക്കാനും വേണം. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത മറ്റൊരു കാര്യം, സന്തോഷത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അവസാനം നമ്മൾ ഒറ്റപ്പെട്ടു പോകും. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സ്ഥാനവും പണവും പോകുമ്പോൾ ബഹുമാനവും കൂടെ ഇറങ്ങിപ്പോകും. അപ്പൊ പണം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഒരു കാര്യം, ഏറ്റവും മനോഹരമായ ചിരിക്ക് പിന്നിൽ ഒരുപാട് വേദനകൾ ഉണ്ടാകും. നമ്മൾ ഓർക്കും മറ്റുള്ളവര് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു, ചിരിക്കുന്നു, പക്ഷെ അവരുടെ പുറകിൽ ഒത്തിരി വേദനകളൊക്കെ ഉണ്ടാകും. നമ്മൾ അവരെ കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാകുക ഇവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ടെന്ന്. ചില ശക്തികൾ നിങ്ങളിൽ ഉള്ളത് ശബ്ദത്തിലൂടെ വരില്ല. തളർച്ചയുടെ ആഴങ്ങളില് നമ്മൾ എടുക്കുന്ന നിശബ്ദ തീരുമാനത്തിലൂടെയാണ് അവ വളരുന്നത്. നമ്മൾ ഓർക്ക് നമുക്ക് യാതൊരു ശക്തിയുമില്ല, നമ്മൾ ഭയങ്കര ബലഹീനയാണ് എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ചില ശക്തികൾ നമ്മുടെ ഉള്ളിലുള്ളത് അത് പുറത്തേക്ക് വരുന്നത് തളർച്ചയുടെ ആഴങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നിശബ്ദ തീരുമാനങ്ങളായിരിക്കും. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ മൗനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ശത്രുക്കൾ കരുതും നമ്മൾ തളർന്നു എന്ന്. പക്ഷെ നമ്മൾ നിശബ്ദമായിരിക്കുന്ന ആ ഒരു തീരുമാനങ്ങളിൽ നമ്മൾ വല്ലാതെ വളരുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിന് ശക്തി ഉറപ്പുള്ളതാക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ സെൽഫ് ലവ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് പതുക്കെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നീങ്ങാൻ തുടങ്ങും. ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അത് ഓരോ വ്യക്തിക്കും വേറെ വേറെ ആയിരിക്കും കേട്ടോ. അവരുടെ അനുഭവങ്ങളിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ സെൽഫ് ലവിലേക്ക് തിരിയുന്നത്. എന്തായാലും സെൽഫ് ലവ് എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും പോസിറ്റിവിറ്റി മാത്രമേ കൊണ്ടുവരുള്ളൂ. പക്ഷേ സെൽഫ് ലവ് ഒരു പരിധിയിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് നാർസിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഏതിനും ഒരു കൺട്രോൾ വേണം. സെൽഫ് ലവ് എന്താണ് ഓരോരുത്തർക്കും വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇപ്പൊ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ സെൽഫ് ലവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരം ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്നുള്ള എന്റെ തീരുമാനമാണ്. പിന്നെ എന്റെ സന്തോഷങ്ങളെ ഞാൻ തന്നെ കണ്ടെത്തും എന്നുള്ള എന്റെ തീരുമാനമാണ് എന്റെ സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം അനുഭവങ്ങൾ ഞാൻ മനസ്സിലാക്കി എടുക്കാൻ കാരണം, അല്ലെ അതിലേക്ക് ഞാൻ തിരിയാൻ കാരണം, ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല ഇവർക്ക് മുമ്പിലെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ചില സിറ്റുവേഷൻസ് വരും. ഇപ്പം എന്റെ ജീവിതത്തിലാണെങ്കിൽ ഭയമാണ് നമ്മുടെ പരാജയത്തിന്റെ അല്ലെങ്കിൽ അടിമത്വത്തിന്റെ ആസ്ഥാനം എന്ന് എനിക്ക് എന്റെ ജീവിതം വെച്ചും മറ്റു പലരുടെ ജീവിതം വെച്ചും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഭയം വെച്ചാണ് ശത്രുക്കൾ എപ്പോഴും വിലപേശുന്നത്. ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് കൂടുതലും അസൂയ മൂത്ത സ്വന്തം ഭർത്താവ് ആകാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ പെങ്ങളാവാം, അമ്മായിയമ്മ ആവാം, അങ്ങനെ അല്ലെങ്കിൽ കുടുംബക്കാരാകാം, അയൽപക്കവും സമൂഹവും ആകാം. പക്ഷെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക, ഞാൻ ഈ പറയുന്ന ഒരുത്തിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കില്ല എന്ന്. അത് സെൽഫ് ലവ് ആണ്.
അത് ആരൊക്കെയെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ എന്റെ അനുഭവം വെച്ച് എന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഈ പോയിന്റുകളൊക്കെ പറയുന്നു കേട്ടോ. നിങ്ങളുടെ സ്വപ്നങ്ങളെ മുഴുവൻ പരിഹസിച്ചവരുണ്ടാകാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടോ ഒരു കട്ടിലോ ഇല്ലാത്ത ഒരു കാലം എനിക്കുണ്ടായിരുന്നു. നിനക്കൊക്കെ എന്തുണ്ട്, എനിക്ക് സ്വത്തുണ്ട്, മുതലുണ്ട്, വീടുണ്ട്, ഇറങ്ങിപ്പോ എവിടെയെങ്കിലും എന്ന് എന്നെ അധിക്ഷേപിച്ച ഒത്തിരി രാത്രികളോ കരഞ്ഞ് 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 കണ്ണീര് പറ്റിയ ഒത്തിരി രാത്രികൾ എന്റെ ലൈഫിലുണ്ട് കേട്ടോ. എത്ര വട്ടം അങ്ങനെ കേട്ട് മനസ്സിൽ കരഞ്ഞ് ഞാൻ തീർത്തിട്ടുണ്ടെന്നറിയോ? അന്നേ ഞാൻ ഉറപ്പിച്ചത് ചോര നീരാക്കിയാണെങ്കിലും ഞാൻ ജോലി ചെയ്ത് സ്വന്തമായി വീട് വയ്ക്കുമെന്ന്. അതാണ് ഞാൻ പറയുന്നത്, തോറ്റു കൊടുക്കില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണെങ്കിൽ ഹൃദയശൂന്യമായി പരിഹസിക്കുന്നവരുടെ മുമ്പിൽ അത് ഒരു സെൽഫ് ലവ് ആണ്. നിനക്കൊരിക്കലും പറ്റില്ല, നിനക്കതിന് കഴിയില്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കാനേ പാടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കാശിനും സമൂഹത്തിലെ നല്ല പേരിനും കാര്യം കാണാനും മാത്രം കൂടെ ചാരി നിന്നിട്ട് അവസരം വരുമ്പോൾ കട്ടപ്പയെ പോലെ പെരുമാറുന്നവരുടെ മുമ്പിൽ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. അതും നമ്മുടെ സെൽഫ് ലവ് ആണ്. നിന്റെ സാഹചര്യങ്ങളെ നോക്കി നിന്നെ വില കുറച്ച് കാണുന്നവരുടെ മുമ്പിൽ അത് പണമാകാം, സൗന്ദര്യമാകാം, പ്രായമാകാം, എന്തായാലും കൊള്ളാം. ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ എത്രയോ വട്ടം അപമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ? പ്രായം കൂടി പോയി, കിളവിയാണ്, കിളവി ലുക്കാണ്, സൗന്ദര്യമില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ തവണ ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അങ്ങനെ ആവശ്യം കഴിയുമ്പോൾ ധർമ്മം നോക്കാതെ, നീതി നോക്കാതെ നമ്മളെ തള്ളി പറയുന്നവരുടെ മുമ്പിൽ ഒരിക്കലും കരയരുത്, തോറ്റു കൊടുക്കരുത്. യാചിക്കാനും പോകുകയും ചെയ്യരുത്. പോട്ടെ പുല്ലെന്ന് മാത്രം കരുതുക. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. അതൊക്കെ സെൽഫ് ലവിൽ പെടുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് സെൽഫ് ലവ്. അല്ലാതെ സെൽഫ് ലവിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അവനവനോട് തോന്നുന്ന സ്നേഹമാണ്, പക്ഷെ അത് കൂടി പോകാനും പാടില്ല. എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ തെരഞ്ഞെടുക്കുന്നതിനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴിവുകളെക്കാൾ നിങ്ങളുടെ നന്മകളെ ഒക്കെ മറന്ന് നിങ്ങളുടെ കുറ്റവും കുറവും ഇല്ലാത്തതും ഉള്ളതും ഒക്കെ കണ്ടുപിടിച്ച് പാരവെക്കുകയും അങ്ങനെ നിങ്ങളെ ദ്രോഹിക്കുകയും മെന്റലി നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുന്നതും സെൽഫ് ലവ് ആണ്. നിങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിക്കാത്തവരെ, ചതിച്ചവരുടെ മുമ്പിൽ പിന്നെ യാചിക്കരുത്. അവര് വിശ്വസിക്കാനും പോകരുത്. എന്റെയൊക്കെ ലൈഫിൽ ഞാൻ പാലിക്കുന്ന ഒരു ധർമ്മം എന്ന് തന്നെ പറയാം. നമ്മൾ തകർന്ന് പോകുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. അതൊക്കെ സെൽഫ് ലവിൽ പെടുന്നതാണ്. ജീവിതത്തിൽ എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റില്ല. മുന്നിൽ നിന്ന് ചിരിക്കും, പുറകിൽ നിന്ന് കോക്രി കാട്ടും. അസൂയ നിറഞ്ഞവർ വെളുക്ക് ചിരിക്കും, എല്ലാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയും. പക്ഷെ പുറകിലേക്ക് മാറി നിന്ന് ഇവളൊന്ന് നശിച്ചു പോയാൽ മതിയായിരുന്നു എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മളെ പാരവെക്കുകയും നമ്മൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും മുന്നിൽ നിന്ന് ചിരിക്കുകയും ചെയ്യുന്നവരെയൊക്കെ നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് നമ്മൾ നമ്മളിലേക്ക്, ഈ പറയുന്നവരിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ എനർജിയോ സമയമോ അല്ലെങ്കിൽ നമ്മളുടെ യാതൊന്നും പണമോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ നമ്മളിലേക്ക് തിരിയുക. നമ്മളുടെ സന്തോഷങ്ങളെയും നമ്മളുടെ ആരോഗ്യത്തെയും നമ്മുടെ ധനത്തെയും ഒക്കെ സംരക്ഷിക്കുന്നതൊക്കെ സെൽഫ് ലവ് ആണ്. അപ്പൊ ഓരോരുത്തരെ സംബന്ധിച്ച് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചാണ് നിങ്ങൾക്ക് സെൽഫ് ലവ് എന്ന കൺസെപ്റ്റ് വർക്ക് ആകുക. പിന്നെ ഈ പറയുന്ന സെൽഫ് ലവിന് മറ്റൊരു വേർഷൻ കടന്നു വരും കേട്ടോ. അതായത് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയി മറ്റുള്ളവരെ ചവിട്ടി അരച്ച് പിന്നെ അതിൽ നിന്നൊരു സെൽഫ് ലവ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറി കഴിയുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ ഭയങ്കര അപകടകാരിയായ ഒരു സ്ത്രീ ആയി മാറും കേട്ടോ. അപകടകാരിയായ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് അത് പോസിറ്റീവ് ആയുള്ള രീതിയിൽ കേട്ടോ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു അപകടകാരിയായ ഒരു സ്ത്രീയാണ് കേട്ടോ. ഈ ലോകത്തിലെ ഏറ്റവും അപകടകരായ സ്ത്രീ ആരാന്ന് നിങ്ങൾക്കറിയാവോ? അത് മറ്റാരുമല്ല, മറ്റുള്ളവരാൽ തകർത്തെറിയപ്പെട്ടിട്ടും തകർന്നടിഞ്ഞിട്ടും വലം കൈ കൊണ്ട് അവളുടെ തന്നെ ഇടം കൈ പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്വയം റീബിൽഡ് ചെയ്ത ഏതൊരു സ്ത്രീയും വളരെ അപകടകാരിയാണ്. അവൾ ഇപ്പോൾ ദേഷ്യം കൊണ്ടൊന്നും ചുവക്കത്തില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല, പരാതിയോ പരിഭവമോ നിങ്ങളോടോ മറ്റുള്ളവരോടോ പറയുകയുമില്ല. അവൾ ഒരിക്കലും ഒരു ഹീലിംഗ് സ്റ്റേജിലും ആയിരിക്കില്ല. എന്നെ പോലെ നിങ്ങൾ ഒരു ഡേഞ്ചർ സ്ത്രീ ആണെങ്കിൽ ജീവിതം അതിന്റെ എല്ലാ പരാജയങ്ങളും വേദനകളും വെച്ച് വില പേശിയിട്ടുണ്ടാവും നമ്മളോട് ഒരിക്കലും, അല്ലെ? എന്നിട്ടും നമ്മൾ അവരുടെ മുമ്പിൽ തോറ്റു പോയിട്ടുണ്ടാവില്ല ജീവിതത്തിന് മുമ്പിൽ. അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബോഡി മോയ്സ്ചറും കസ്തൂരി മഞ്ഞളുമാണ് കേട്ടോ. പാക്ക് ചെയ്യട്ടെ. വന്നതോ വരാനിരിക്കുന്നതോ ആയ ഒരു പരാജയത്തിനും ഇനി എന്നെ തകർക്കാനാകില്ല എന്ന തീഷ്ണത കത്തിയെരിയുന്ന കണ്ണുമായിട്ട് ജീവിതത്തെ നേർത്ത പുഞ്ചിരിയോട് നേരിടുന്ന നമ്മളെ പോലെയുള്ള സ്ത്രീകളാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സ്ത്രീകൾ. നിങ്ങൾക്കറിയണോ, ഏറ്റവും അപകടകാരിയായ ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ളവരും അവളെ പാതാളത്തോളം ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടാവാം. വേദനയുടെ, ഒറ്റപ്പെടലിന്റെ, പരിഹാസത്തിന്റെ, ഏകാന്തതയുടെ ഏറ്റവും അടിത്തട്ട് കണ്ടവളെ ഇനി നിങ്ങൾക്ക് തോൽപ്പിക്കാനാകുകയില്ല, മെന്റലി തളർത്താനാകില്ല. അവൾ ഏറ്റവും അപകടകാരിയായ സ്ത്രീയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
ഒറ്റപ്പെടലിലും തകർച്ചയിലും നിന്നവൾ ഡിപ്രഷന് കീഴടങ്ങാതെ മരണത്തിലേക്ക് ചുവട് വയ്ക്കാതെ നിങ്ങളെയും ചുറ്റുമുള്ളവരെയും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആർക്കു വേണ്ടിയും തന്നെ വിട്ടുകൊടുക്കില്ല. പരാജയത്തിന് എന്ന ഉൾക്കരുത്ത് അവൾ നേടിയിരിക്കുന്നു. ഇതെല്ലാം സെൽഫ് ലവിന്റെ ഭാഗം തന്നെയാണ്. ഇരുട്ടിന്റെ ഏകാന്തതയിൽ അവളിലെ ഉൾവെളിച്ചത്തിന്റെ ജീവിതത്തിന്റെ ക്ലാരിറ്റി അവൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അവൾക്ക് നിങ്ങളുടെ നിശബ്ദത ഇനി ഭയമില്ല. അവൾക്ക് നിങ്ങളുടെ ആരോപണങ്ങളെ പേടിയില്ല. അവളുടെ ശക്തി ആരുണ്ട് കൂടെ എന്നതിലല്ല, ആരാണ് പരിഗണിക്കുന്നത്, ആരാണ് സ്നേഹം തരുന്നത് എന്നൊന്നിലുമല്ല. ആരുമില്ലാത്ത കാലത്ത് ഒറ്റയ്ക്ക് എങ്ങനെ നിന്നു, എങ്ങനെ വീണ്ടെടുത്ത് നിന്ന് എണീറ്റു എന്നതിലാണ് അവളുടെ ശക്തി. അവളൊരു പൊട്ടിയ ഒട്ടിച്ച പിഞ്ഞാണോ ഒന്നല്ല. ഇപ്പോൾ അവൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞവളാണ്. അടിയുറപ്പോടെ സ്വന്തം കാലം നിൽക്കാൻ പഠിച്ചവളാണ്. അടുത്ത നമ്മുടെ കസ്റ്റമർ ബ്യൂട്ടി ഓയില് കസ്തൂരി മഞ്ഞളും. അതാ പറക്കൊന്നുമില്ല, അതിന് വർക്കും വേണ്ട. എന്റെ തോളത്താ ജീവിക്കണേ. അവൾക്ക് നിങ്ങളുടെ അഭിനയത്തിന്റെ ചായം തേച്ച സ്നേഹം ആവശ്യമില്ല. നിങ്ങളുടെ ശ്രദ്ധയിലോ പരിചരണത്തിലോ ഒന്നും ഒരാവശ്യവും അവൾക്കില്ല. ഇത്തരത്തിലൊക്കെ ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ലവ് എന്താണെന്ന് അറിഞ്ഞവരും ആ സെൽഫ് ലവ് എൻജോയ് ചെയ്യുന്നവളുമാണ് എന്ന്. അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റിയും അതുപോലെ ഈ സ്റ്റെയിനർ. ഇങ്ങനെ എന്നാ പറയാനേടാ, അരിപ്പയോ സ്ട്രെയിനറോ ഇപ്പൊ കിട്ടുന്നില്ല ഇംഗ്ലീഷ്. മിൽക്ക് സ്ട്രെയിനർ, സ്ട്രെയിനർ എന്നാണോ അവര് പറയണേ? സ്റ്റെയിനർ എന്നാണോ പറയണേ? അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഫ്രോക്ക് നൈറ്റിയും കോട്ടന്റെ ഫ്രോക്ക് നൈറ്റിയും ഈ ഒരു മിൽക്ക് സ്ട്രെയിനറുമാണ് കേട്ടോ. ഇതെല്ലാം ഓയിലും മിൽക്കും എല്ലാം നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ, തുരുമ്പെടുക്കത്തില്ല. നല്ല മൈക്രോ ഫൈബറിന്റെ ആണ്. എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. അത്ര സൂക്ഷ്മമായിട്ടുള്ള ഹോളാ, നമുക്ക് കാണാനേ പറ്റത്തില്ല, അത്രയ്ക്ക് അരിമ്പ് ഹോളായിട്ടുള്ള അത്. പിന്നെ ഇത് നമുക്കിങ്ങനെ ഈ കീ ഒക്കെ ഇടുന്ന സാധനമാണേ. പിന്നെ കീയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന ഒരു കീ ഹോൾഡർ ആണ്. അത് രണ്ടെണ്ണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയും കൂടി നമുക്കൊന്ന് പാക്ക് ചെയ്യാം. അയ്യോ, ഇത് കൊള്ളൂലേ? അപ്പൊ ആണ്ടേ, ഇതിലും വലിയ എടുക്കേണ്ടി വരുമോ? ഒരു മാരത്തോൺ പ്രശ്നമാണോടാ. ഇത്തരത്തിൽ നമ്മൾ സെൽഫ് ലവ് എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറിക്കഴിയുമ്പോൾ ചോദിക്കാതെ തന്നെ നമ്മൾക്ക് ഒരുപാട് റെസ്പെക്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് അറിയോ? അവളെ ഇനി തകർക്കാനാകില്ല, തോൽപ്പിക്കാനാകില്ല എന്നൊരു ഉൾബോധം നിങ്ങളിൽ ഉണ്ടാക്കിയ റെസ്പെക്ട് ആണ് അവൾ ചോദിക്കാതെ തന്നെ നിങ്ങളിപ്പോൾ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ത്രീ അവൾ മാറിക്കഴിഞ്ഞു എന്നുള്ള ഉൾബോധം നിങ്ങൾക്ക് വന്നത് കൊണ്ട് തന്നെയാണ്. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 2 ഫേസ് പാക്ക് ആണ്. രക്തശാലി ഫേസ് പാക്ക് പാക്ക് ചെയ്യാം. ഇത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഏപ്രൺ ആണ് കേട്ടോ. ഒരെണ്ണം മാത്രം, അതൊന്ന് പാക്ക് ചെയ്യട്ടെ. അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന കറിമഞ്ഞളാണ് കേട്ടോ, 1/2 kg, അത് പാക്ക് ചെയ്യാം. അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 36ന്റെ റൗണ്ട് ഷേപ്പുള്ള ബ്രായും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളും ബോഡി മോയ്സ്ചറും. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇതുപോലെ വയർ ഒതുങ്ങാൻ പറ്റുന്ന ഇതുപോലെ വീതിയുള്ള അലാസ്റ്റിക് ഉള്ള കോട്ടന്റെ നല്ല പ്യൂർ കോട്ടന്റെ പാന്റീസും പിന്നെ ഒരു ലിപ്പാമും ആണ് കേട്ടോ. പിങ്ക് കളർ, റെഡ് കളർ ലിപ്പാമും. അടുത്ത നമ്മുടെ ബ്യൂട്ടിഫുൾ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 2 ബോഡി മോയ്സ്ചർ, 2 പിങ്ക് ലിബാമാണ് പാക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് തോന്നും, അപ്പൊ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റാരെയും പരിഗണിക്കരുത്, മറ്റാരെയും കെയർ ചെയ്യരുത്, ആരെയും സംരക്ഷിക്കരുത്, അല്ലെങ്കിൽ ആർക്കും ഒന്നും കൊടുക്കരുത്, ഇതൊക്കെയാണോ എന്ന്. ഒരിക്കലും അതല്ല. നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ മുൻഗണന നമുക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ റെസ്പെക്ട് കളഞ്ഞിട്ട് നമ്മളെ ഒരാൾക്ക് പീഡിപ്പിക്കാനും വിഷമിപ്പിക്കാനും നമ്മളുടെ സമയവും എനർജിയും പണവും മറ്റൊരാൾക്ക് അപഹരിക്കാനും നിന്ന് കൊടുക്കാതിരിക്കുക എന്നൊരു കാര്യം മാത്രമേ അതിലുള്ളൂ. ബാക്കി എല്ലാം പഴയതുപോലെ തന്നെയാണ്. നമുക്ക് കെയർ ചെയ്യേണ്ടവരെ നമുക്ക് കെയർ ചെയ്യാം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാം, ജീവിതം അതിന്റെ എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാം. അല്ലാതെ നമ്മൾ ബലം പിടിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു രീതിയെ അല്ല സെൽഫ് ലവ്. വലിയ പാക്കിംഗ് ആണ് ഇത്. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഇടാൻ പറ്റുന്ന മൈക്രോ ഫൈബറിന്റെ ആന്റി സ്ലിപ്പ് മാറ്റ് ആണ്. ഒത്തിരി നല്ലതാണ് അത്. പിന്നെ ഇലക്ട്രിക് ലൈറ്റർ അവർ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് 1 kg ഒരു പാക്കറ്റ് മില്ലറ്റ്സ്, 5 ടൈപ്പ് മില്ലറ്റ്സിന്റെ ഒരു 1 kg പാക്കറ്റ്. പിന്നെ അവര് 3 മൈക്രോ ഫൈബർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചെറിയ സൈസിന്റെ. ഇതൊരെണ്ണം, പിന്നെ വലുത് 2 എണ്ണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ ടൈപ്പ് ഒരെണ്ണം ഇതും, ഒരെണ്ണം ഇതുമാണ് എടുത്തേക്കുന്നത്. ഇത് അതേ ഉള്ളൂ നമുക്ക് ചൂസ് ചെയ്യാൻ.
ഇത് രണ്ടും ഉള്ളൂ കേട്ടോ, ചൂസ് ചെയ്യാൻ വേറെ ഇല്ല. നമ്മൾ മൈക്രോ ഫൈബറിന്റെ വലുത് കൊണ്ടുവന്നപ്പോ ആ സമയത്ത് അവർ ഓർഡർ തന്നതാ, എനിക്ക് അന്ന് അയക്കാൻ പറ്റിയില്ല. നമ്മൾ ഇതിനു മുമ്പ് ഫുൾ ആയിട്ടും അയച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഫൈനലി ഉള്ളതാണ് ഇത്. ഇനി ഒരാൾക്കും കൂടി അയക്കാനുണ്ട് ഒരെണ്ണം, അതും കൂടി ഉള്ളു. അത് കംപ്ലീറ്റ് ആ 100 എണ്ണം തീർന്നു. ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് വന്ന് കിട്ടണം. അങ്ങനെയാണ്. ചെറുത് എന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്, വലുത് എപ്പോഴും ഭയങ്കര ക്ഷാമമാണ്, ഇടയ്ക്കിടയ്ക്ക് വരത്തുള്ളൂ. ആവശ്യമുള്ളവരെല്ലാം ചെറുതാണെങ്കിലും മേടിച്ചു വെച്ചോളൂ കേട്ടോ, അത്രയും നല്ലതാണ്. അപ്പൊ ഇത്രയും ഞാനൊരു വലിയ പാക്കിങ് അതൊന്ന് പാക്ക് ചെയ്യട്ടെ. ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ പച്ചയ്ക്ക് ചതിക്കപ്പെട്ടവളാണ് കേട്ടോ ഞാന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ നിറയെ നാർസിസവും കാളകൂടെ വിഷവും നിറഞ്ഞ ഒരു UK സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ ജീവിതത്തിൽ എന്തുമാത്രം, ആ സ്ത്രീയുടെ തലയണ മന്ത്രം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രക്ഷോഭങ്ങളും കോളിളക്കവും സൃഷ്ടിക്കാൻ പറ്റുമെന്നൊക്കെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയ കുറെ വർഷങ്ങളാണ് കടന്നുപോയത് കേട്ടോ. അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ റീബിൽഡ് ചെയ്യാൻ പറ്റും. ആ ഒരു പറ്റുന്ന കാലഘട്ടം എന്ന് പറയുന്നത്, കടന്നുപോയ കാലഘട്ടം എന്ന് പറയുന്നത് കാറ്റും കോളും ഒക്കെ നിറഞ്ഞ പ്രക്ഷുബ്ധമായ ഒരു കടല് പോലെയായിരിക്കും കേട്ടോ. നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ നമ്മുടെ സമയം, എനർജി, ധനം, നമ്മുടെ വിശ്വാസം എല്ലാം തകർന്നടിയുന്നത് നമ്മുടെ കൺമുമ്പിൽ തന്നെ കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്ന ഏത് സ്ത്രീയെ സംബന്ധിച്ചും ഒരു വല്ലാത്ത ദുഃഖം തന്നെയാണ്. അതുപോലെ പക്ഷെ അതിലും അപ്പുറം കടന്നവരുണ്ടാകാം. അപ്പൊ അതുപോലെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ തന്നെ നമ്മൾ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ പരാജയപ്പെടില്ല എന്ന് മനസ്സിലാക്കുമ്പോ എന്റെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ഭയമാണ് നമ്മുടെ പരാജയത്തിന്റെ അടിമത്തത്തിന്റെ ആസ്ഥാനം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് ജീവിതത്തെ നേരിടാൻ, ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഭയമാണ് മിക്ക സ്ത്രീകളെയും അവരെ ഒരു അടിമത്തത്തിന്റെ രീതിയിലേക്ക്, അവരെ എല്ലാ തരത്തിലും ലോയൽറ്റി ഇല്ലാതെ, റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ, സിൻസിയറിറ്റി ഇല്ലാതെ എല്ലാ തരത്തിലും തലയിണ മന്ത്രങ്ങളും മറ്റു സ്ത്രീകളിലേക്കും ബാക്കി പണത്തിനും സെക്സിനും വേണ്ടി ഓരോ സ്ത്രീയും ചതിക്കപ്പെടുന്നത് അവരുടെ അടിസ്ഥാനപരമായ ഭയം എന്ന ഒരു വികാരത്തെ മുൻനിർത്തിയായിരിക്കും വില പേശുന്നത്. അത്തരത്തിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ റീബിൽഡ് ചെയ്യുമ്പോൾ, ഭയത്തെ നമ്മൾ തോൽപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു വികാരമാണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച്, എന്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ജീവിതമാണ്, എന്റെ ഭയമില്ലായ്മയാണ്. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 4 സാധനങ്ങളാണ്. കസ്തൂരി മഞ്ഞള്, പിന്നെ തേങ്ങാ കമ്പി, അത് നമുക്കൊന്ന് ഷാർപ്പ് ആയതുകൊണ്ട് നന്നായിട്ട് വേറെ ഒന്ന് പാക്ക് ചെയ്യണം. പിന്നെ ഇത് ഈ മുല്ലമൊട്ടിന്റെ ബക്കിളാണ്. മുടിയിലൊക്കെ ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റുന്ന വിധത്തിൽ ശരിക്കും മുല്ലമൊട്ടാൻ തന്നെ തോന്നും, അങ്ങനത്തെ ബക്കിൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മിൽക്ക് സ്ട്രെയിനറും ഇതുമുണ്ട്. അപ്പൊ നമുക്കിത് എല്ലാം കൂടി ഒന്ന് പാക്ക് ചെയ്യാം. ഇനി ഒരു വലിയ പാക്കും കൂടി ഇന്ന് തന്നെ പാക്ക് ചെയ്യാനുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം ഞാൻ നാളത്തേന് മാറ്റി വെക്കുവാണ്. അപ്പൊ കൂട്ടുകാരെ, ഇപ്പൊ ഇനി തൽക്കാലം ഞാൻ നിർത്തുവാണ്. എനിക്ക് ഇനിയിപ്പോ കുളിക്കണം. അതിനു മുമ്പ് കറികളെല്ലാം ഏകദേശം വേവിച്ച് വെച്ചിട്ടുള്ളൂ. അതെല്ലാം കടുക് പൊട്ടിക്കണം, എല്ലാം റെഡിയാക്കണം. എന്നിട്ട് നേരത്തെ ചോറിടണം, എന്നിട്ട് ടാബൊക്കെ കഴിക്കാനുള്ളതാണ്. കറിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് കുളിക്കും. കുളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കും, എന്നിട്ട് ടാബ് കഴിക്കും. ബാക്കിയുള്ളത് ഞാൻ ഇനിയിപ്പോ നാളെ രാവിലെ ഇനിയിപ്പോ ഇതെല്ലാം എടുത്ത് ചാക്കിലേക്കൊക്കെ ആക്കി എടുത്ത് വെച്ച് ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് ഫ്ലോർ എല്ലാം ഒന്ന് അടിച്ചു വാരി അതിനുശേഷം കറിയും വെച്ച് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് സമയമാവും, ക്ഷീണമാകും. അങ്ങനെ അപ്പൊ ബാക്കിയുള്ളത് ഞാൻ നാളെ രാവിലെ ചെടിയൊക്കെ പാക്ക് ചെയ്തപ്പോ തന്നെ, കാർപ്പറ്റും ചെടിയും പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്വസ്ഥമായി. ബാക്കിയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ പെട്ടെന്ന് ഇവിടെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. എടുത്തു വെക്കുന്നു, വേഗം പാക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ളൂ. അപ്പൊ ഒരു 2 ട്രിപ്പും കൂടി എനിക്ക് പാക്ക് ചെയ്യാനുണ്ടാവും. ഇതുപോലെ ടേബിളിലേക്ക് നിറച്ചു കൊണ്ട് വെച്ചിട്ട് അത് രാവിലെ പാക്ക് ചെയ്തിട്ട്, അതെല്ലാം നമ്മുടെ ബ്യൂട്ടി കയ്യില് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. അതെല്ലാം പാക്ക് ചെയ്തിട്ട് രാവിലെ നമ്മൾ നേരെ കൊറിയറിൽ കൊണ്ടുപോകും. ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൊറിയറിൽ കൊണ്ടുപോകും, കൊടുക്കും. എന്നിട്ട് തിരിച്ചു വരും. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, തിരിച്ചു വരും. അതാണ് നാളത്തെ പ്ലാന്. അപ്പം ശരി കൂട്ടുകാരെ, സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾ വന്ന് നോക്കിക്കോളൂ. വെബ്സൈറ്റിൽ കുറെ പേർക്ക് ഓപ്പൺ ആയി കിട്ടുന്നില്ല, കുറെ സാധനങ്ങൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശരിയാണ്. കുറെ സാധനം വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. എല്ലാ സാധനവും നമ്മൾ ഇട്ടേക്കുന്നത് വാട്സപ്പിലാണ്. അപ്പൊ നേരെ എനിക്കൊരു ഹായ് വിട്ടോളൂ, വാട്സപ്പിൽ കയറി നോക്കിക്കോളൂ. കാറ്റലോഗിൽ നോക്കിയാൽ എല്ലാ പ്രൊഡക്റ്റും കിടപ്പുണ്ടാവും. ആഭരണങ്ങളും ഫ്രോക്ക് നൈറ്റീസും ബാക്കി ഇനി നമ്മൾ ഇടാത്ത ഒത്തിരി സാധനങ്ങൾ വേറെ ഇരിക്കുന്നു. സാരികളൊക്കെ കെട്ടുകണക്കിന് സാരികൾ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് ഉടുത്ത് കാണിക്കണ്ടേ നിങ്ങളെ? ഒരേ പീസെങ്കിലും ഉടുത്ത് കാണിക്കണം, എടുത്ത് കാണിക്കണം. ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. പതുക്കെ നമുക്ക് എല്ലാം കാണിക്കാം. എല്ലാത്തിന്റെ സമയം തികയും കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ ഇപ്പൊ ഈ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് പോരേട്ടോ. അപ്പൊ ശരി കൂട്ടുകാരെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഗേറ്റിന്റെ അടുത്ത് മരമുല്ല വിരിഞ്ഞു തുടങ്ങിയത്. ഫുൾ വിരിയുമ്പോൾ ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ എടുത്ത് കാണിക്കട്ടോ. എന്ത് നല്ല മണമെന്നറിയോ? പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ. ചെടികളൊക്കെ എന്തായാലും വേണം കൂട്ടുകാരെ. അതൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്ന പച്ചപ്പും ചെടികളും പൂക്കളും പെറ്റ്സും അതിന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പോസിറ്റിവിറ്റി
അത് അനുഭവിച്ച് തന്നെ അറിയണം. പോസിറ്റിവിറ്റി കൂടുമ്പോൾ നമ്മുടെ സൗന്ദര്യം കൂടും, ആരോഗ്യം കൂടും, സന്തോഷവും കൂടും. നമുക്ക് ജീവിതത്തോട് തന്നെ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഹരമാകും. അപ്പം അതൊക്കെ കിട്ടണമെങ്കിൽ ആദ്യം തന്നെ കുറച്ച് ചെടിയൊക്കെ മേടിച്ച് നട്ടുള്ളൂ കേട്ടോ. അപ്പൊ ശരി കൂട്ടുകാരെ, ഗുഡ് നൈറ്റ്. നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ. കമന്റ്, ലൈക്ക്, ഷെയർ എന്തായാലും തരണം കേട്ടോ, മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ശരി കൂട്ടുകാരെ, നമുക്ക് നാളെ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ ഹായ് വിട്ടോളൂ വാട്സപ്പിൽ കേട്ടോ, നമ്പർ ഉണ്ടല്ലോ നമ്മുടെ സ്ക്രീനിൽ. അപ്പൊ ശരി, ടാറ്റാ, അടുത്ത ദിവസം കാണാം, ബൈ ബൈ.